ജനാർദ്ദനക്കുറിപ്പാണ് മന്ത്രസിദ്ധി തന്ത്രത്തിൽ 612 പേജിൽ തമിഴ് മാന്ത്രികാൽപ്പത്തിൽ 65-ാമത്തെ കുട്ടിച്ചാത്തൻ ഉപാസന മന്ത്രം. വെള്ളിയാഴ്ച രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് കുളത്തിലോ നദിയിലോ കുളിച്ച് അനുഷ്ഠാനം കഴിച്ച് അരവര വെള്ളത്തിൽ നിന്നുകൊണ്ട് 48 ദിവസം താഴെ പറയുന്ന മന്ത്രത്തെ ജപിക്കണം. ഒരു നേരം മാത്രം ഭക്ഷണം. തെങ്ങോല മെടഞ്ഞ് പായയാക്കി അതിൽ കിടക്കണം. ചുവന്ന വസ്ത്രം ധരിക്കണം. മൂലമന്ത്രം: ഓം കുട്ടിച്ചാത്ത ഭഗവതി സേവിയ പടം റീം വയനമശി ചാത്ത വാവ. നിന്നാണ് എന്നാണ് നിന്നെയും ഉന്നെയും പടച്ച ബ്രഹ്മാവിനാണ്. ശക്തിയാണ് ശങ്കരനാണ് വാവും പടുസ്വാഹ. 108 ഒരു ദിനം പ്രതി ജപിക്കണം. എന്നാൽ സിദ്ധിയാകും. ഈ വിധം ചെയ്തുകൊണ്ട് 40-ാം നാൾ മേൽപ്പടി ദേവത ഒരു ചെറിയ മനുഷ്യരൂപത്തിൽ വിഭൂതിപാത്രവും പിറമ്പും കൊണ്ടുവന്ന് പൂജ ചെയ്യും. കുളത്തിൻ്റെ ഓരമായി വെച്ചുകൊണ്ട് മൂക്കോൽ ആഴത്തിൽ ജലത്തിലിറങ്ങി കുളിക്കാൻ തുടങ്ങും. ആ സമയം ഭയപ്പെടാതെ വേഗം മേൽപ്പറഞ്ഞ വിഭൂതിപാത്രവും പിറമ്പും എടുത്തുകൊണ്ട് ഇടുപ്പ് വരെ ജലത്തിൽ പോയി നിൽക്കണം. അപ്പോൾ കുട്ടിച്ചാത്തൻ അത്രയും വെള്ളത്തിലിറങ്ങാതെ വിഭൂതിപാത്രവും പിറമ്പും തായെന്ന് ചോദിക്കും. അപ്പോൾ നീ എന്നിടം ഞാൻ നനയ്ക്കുമ്പോഴെല്ലാം വന്ന് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ തടസ്സങ്ങൾ മാറ്റി ചെയ്തു കൊള്ളാമെന്ന് ശിവനെ ആണയിട്ട് കണ്ടാൽ മാത്രമേ പാത്രവും പിറമ്പും കൊടുക്കാവൂ. ഈ വിധം സിദ്ധി നേടിയവർ ഏത് പദാർത്ഥം ഭക്ഷണമായി കഴിക്കുന്നതിന് മുമ്പായി ദേവതയ്ക്ക് സമർപ്പിച്ച് മാത്രം ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിഷമത ഉണ്ടാവും. ഏത് ദേശത്തുള്ള ഏത് പദാർത്ഥം വേണമെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. ആർക്ക് വേണമെങ്കിലും കൊടുക്കും. സ്വയം അനുഭവിക്കാൻ പാടില്ല. ഈ വിധം അനേകവിധ വേലകളും ചെയ്യിക്കാം. മലയാള ഭഗവതി വശ്യം. കാരിയമോ ചെമ്പോ തകിടിൽ വട്ടം വരച്ച് ചുറ്റും 12 കമലമിട്ട് നടുവിൽ റീങ്കാരമിട്ട് പൂജ ചെയ്ത് അഭിഷേകം ചെയ്യണം. പൂജാക്രമം: വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്ത് കുളിച്ച് അടിച്ചു തളിച്ച് ശുദ്ധമാക്കി അറയിലിരുന്ന് ക്രമപ്രകാരം പൂജ ചെയ്യണം. പാൽ, പഴം, ശർക്കര, തേങ്ങ, ധൂപദീപം എല്ലാം നിവേദിച്ച് ശക്തി പൂജ ചെയ്ത് താഴെ പറഞ്ഞ മൂലമന്ത്രത്തെ 1008 ഒരു ജപിക്കണം. 48 ദിവസം ചെയ്യണം. ഓം ഐം ക്ലീം സൗ ക്യൂം ഐം മലയാളി ഭഗവതി വാവ സ്വാഹ. ലോകത്തിലുള്ള സർവ്വകാര്യങ്ങളും സാധിക്കും. തേൾവിഷം ഇറങ്ങാൻ പൂജാമുറിയിലിരുന്ന് 1008 ഒരു മന്ത്രം ജപിക്കണം. ശേഷം 21 എരുക്കും പൂവെടുത്ത് 21 ദിവസം ജപിച്ച് കൂടത്തിലെ ജലത്തിലിടുക. നം ലം മം വം സർവ്വ തേൾ വിഷം ഇറങ്ങു സ്വാഹ. സകലമാന തേൾ കടിവിഷങ്ങളും ഇറങ്ങും. പാമ്പ് വിഷം ഇറങ്ങാൻ യം ഷിം ലം നം ലം വം സകല പാമ്പ് വിഷം ഇറങ്ങു സ്വാഹ. മന്ത്രം ദിവസം കാലത്ത് 1008 ഒരു 48 ദിവസം ജപിച്ചു കഴിഞ്ഞ് പഴം, പുഷ്പം, ശർക്കര, തേങ്ങ, ഊതുവത്തി ചൂടം വെച്ച് ശക്തിക്കനുസരിച്ച് ധൂപദീപം കാട്ടി പൂജ കഴിക്കണം. സകലവിധമായ പാമ്പ് കടിക്കും മന്ത്രിക്കാം. മന്ത്രിക്കുമ്പോൾ 27 എരുക്ക് പൂവെടുത്ത് പൂവിൽ മന്ത്രിച്ച് പൂവെറിയണം. വിഷമിറങ്ങും. മൃഗവശ്യം: ഐം ക്ലൂം റീം ഷീം ശ്രീം ശ്രീം ഉം എന്ന മന്ത്രം 1008 ഒരു ദിനം പ്രതി കാലത്ത് ജപിക്കണം. ഇതേപോലെ 48 ദിവസം ചെയ്യണം. 48-ാം നാൾ പാൽ, പഴം, ശർക്കര, തേങ്ങ, ഊതുവത്തി, ശർക്കര പൊങ്ങൽ എന്നിവ കൊണ്ട് പൂജ ചെയ്തു കൊള്ളണം. ഫലം: സകല മൃഗങ്ങളും വശമാകും. 70 പേയിനെ ഓടിക്കാൻ. മൂലമന്ത്രം: ഐം ക്ലീം റീം റീം യം വം. വെളുപ്പിന് 5 നാഴിയുള്ളപ്പോൾ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അരവര വെള്ളത്തിലിറങ്ങിയെന്ന് ദിവസവും 1008 വീതം ജപിക്കാം. 48 ദിവസം. പിന്നീട് പൂജ ചെയ്യണം. മുറിയിൽ ശക്തി പൂജ ചെയ്ത് മന്ത്രത്തെ ഉച്ചരിച്ച് പഴം, പുഷ്പം, സാമ്പ്രാണി, ശൂടം, തേങ്ങ മുതലായവ നിവേദ്യം വെച്ച് പൂജിച്ച് ശർക്കര പൊങ്കൽ നിവേദ്യം ചെയ്യണം. അതുകൊണ്ട് പോകാത്ത പേയ്കളെല്ലാം ഓടിപ്പോകും. ശത്രുവശ്യം: ഐം ക്ലീം വശുവശി മവ്വും ശവ്വും വശുവശി സ്വഹ എന്ന മന്ത്രം 108 വീതം 48 ദിവസം ജപിക്കുക. 48-ാം നാൾ 1008 ജപിച്ച് ശക്തി പൂജ ചെയ്യണം. എന്നാലും ആരെയും പേടിക്കാതെ നടക്കാം. ശത്രുക്കൾ നമ്മെ കണ്ടാൽ ഓടിപ്പോകും. പാമ്പിനെ ഓടിക്കാൻ യങ് ഷിങ് എന്ന് 51 ഒരു ജപിക്കുക. നിന്ന പാമ്പ് ഓടും. പാമ്പിനെ നിർത്താൻ ഷിങ് റങ് നങ് ലങ് എന്ന് 51 ജപിച്ചാൽ പാമ്പ് നിൽക്കും. ധൂപദീപം ചെയ്യാം. സർപ്പത്തെ പിടിക്കാൻ മൂലമന്ത്രം വം വങ് വങ് ശിവസ്വാഹ 108 ഒരു ദിവസം ജപിക്കാം. നൈവേദ്യം പാൽപ്പഴം, ശർക്കര, നാളികേരം, വത്തിച്ചൂടം, പുഷ്പം. മന്ത്രത്തെ 108 വീതം ഒരു മണ്ഡലക്കാലം 41 ദിവസം ജപിച്ച് ഒടുവ് സർപ്പത്തെ പിടിക്കാം. തൽക്കാലം ഇത്ര. നമഃ ശിവായ.